തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 36ആയി. 100ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതവും ചികിത്സയിലുള്ളവർക്ക് അടിയന്തര സഹായമായി 50,000 രൂപ വീതവും സഹായധനം നൽകും. തമിഴ്നാടിനെ ആകെ നടുക്കിയ വ്യാജമദ്യ ദുരന്തമാണ് കള്ളക്കുറിച്ചിയിൽ ഉണ്ടായത്. പ്രാദേശിക തലത്തിൽ നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയ പാക്കറ്റ് ചാരായം കുടിച്ച തൊഴിലാളികളാണ് മരിച്ചവരിൽ കൂടുതൽ പേരും. 100ലധികം പേർ വിഷമദ്യം ഉപയോഗിച്ചതായാണ് വിവരം. പുതുച്ചേരി, സേലം, വിഴുപുരം എന്നിവിടങ്ങളിലായി 100ഓളം പേർ നിലവിൽ ചികിത്സയിലാണ്. ഇതിൽ 22 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പിടിച്ചെടുത്ത മദ്യത്തിന്റെ സാമ്പിളുകളിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജമദ്യം വിൽപ്പന നടത്തിയ ഗോവിന്ദരാജ് ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജമദ്യ ഒഴുക്ക് തടയാൻ സർക്കാർ പരാജയപ്പെട്ടതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യ വിമർശനവുമായി ഗവർണർ രംഗത്തു വന്നു. CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി BJP കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു. ഇതിനിടെയാണ് ഉന്നതതല യോഗം ചേർന്ന് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. 24 ചെന്നൈ.